ഗസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന UN അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ കൊടും ക്രൂരത തുടരുന്നു. സൈത്തൂൺ പ്രദേശത്തെ 1500 വീടുകൾ സൈന്യം ഇടിച്ചു നിരത്തി. ആയിരങ്ങൾ പ്രദേശത്ത് നിന്ന് എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുകയാണ്. സഹായം തേടിയെത്തിയ 19 പേരുൾപ്പെടെ 52 പേർ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടു. ഗസയിൽ നിരുപാധികവും സുസ്ഥിരവുമായ വെടിനിർത്തൽ ഉടൻ വേണമെന്ന് UN രക്ഷാസമിതി ആവശ്യപ്പെട്ടു. സംയുക്ത പ്രസ്താവനയിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. ഗസയിൽ പട്ടിണി മൂലം 10 പേർ കൂടി മരിച്ചു. യമൻ തലസ്ഥാനമായ സനായിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇത് പലായനം അതിഭീകരമായി നടക്കുന്നുണ്ട്. എങ്ങോട്ട് എന്ന് അറിയാത്ത രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങളും പാലിക്കുന്നില്ല എന്നാണോ? അവിടുന്ന് ഇന്നലെ രാത്രി ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അതിന്റെ രക്ഷാസമിതി യോഗം ഔദ്യോഗികമായി തന്നെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധവിരാമം ഉണ്ടാകേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ പട്ടിണി മറികടക്കാനുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ചുരുങ്ങിയത് 41,000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാവും. കാരണം അത്രമാത്രം കുഞ്ഞുങ്ങളാണ് നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ പട്ടിണി മരണം ചെറുക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് ഉപാധികളില്ലാത്ത അതോടൊപ്പം തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു യുദ്ധവിരാമമാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീക്കണമെന്നാണ് എല്ലാ രക്ഷാസമിതി അംഗങ്ങളും ഒരുപോലെ ആവശ്യപ്പെട്ടത്. അതിൽ അമേരിക്ക മാത്രമാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വീണ്ടും കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും ചൈനയും റഷ്യയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രക്ഷാസമിതിയിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഈ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബന്ദികളെയും നിരുപാധികം തന്നെ വിട്ടയക്കാൻ ഹമാസിനോടും ഈ സംയുക്ത പ്രസ്താവനയിൽ രക്ഷാസമിതി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്റേതായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടി പുറപ്പെടുവിച്ചത്. അതിൽ പറയുന്നത് ഇപ്പോൾ ഗസ സിറ്റിക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പദ്ധതി അത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാതെയാണ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് UN സെക്രട്ടറി ജനറലും ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെയും തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു സമീപനവുമായിട്ട് ഇസ്രായേൽ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലിനുള്ളിലും ആഭ്യന്തര തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ തുടരുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഗസ സിറ്റിയിലേക്കുള്ള ഈ കടന്നാക്രമണം, ഈ അധിനിവേശം, ഈ വംശഹത്യ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ തുടരുന്നത്. സൈത്തൂൻ പ്രവിശ്യയിൽ മാത്രം 1500ഓളം വസതികൾ പൂർണ്ണമായിട്ടും ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ട് എല്ലാ കെട്ടിടങ്ങളും തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ മുന്നോട്ടുള്ള നീക്കം തുടരുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ സാധിക്കും, ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങളും വ്യോമാക്രമണവും തുടർന്നുകൊണ്ട് നിരപരാധികളുടെ വേട്ട അതിശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. തുടക്കം തൊട്ട് തന്നെ അവരത് ആവർത്തിച്ച് പറയുകയുമാണ്. ഇപ്പോൾ പല കോണുകളിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ ഉയരുമ്പോഴും ആ നിലപാടിൽ നിന്ന് മാറ്റമില്ല, പിന്നോട്ടില്ല എന്നുറച്ചു നിൽക്കുകയാണോ ഇസ്രായേൽ? അവിടുത്തെ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ധനമന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്കിന്റെ പ്രസ്താവന അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും ഇസ്രായേൽ വഴങ്ങാൻ പാടില്ല. വെടിനിർത്തൽ എന്നത് ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും, കാരണം ഹമാസിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായിട്ടും തകർക്കുക, അതിനുവേണ്ടി ഗസയിലേക്കുള്ള ഈ ആക്രമണവും ആ പദ്ധതിയും യാതൊരു വിഘ്നവും കൂടാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ശക്തികളുടെയും ഇടപെടൽ ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നതുൾപ്പെടെ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ മന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്ക്, അതോടൊപ്പം തന്നെ ബെൻഗവിർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കൈക്കൊണ്ടിരിക്കുന്നത്. അവർ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെടിനിർത്തലിനുള്ള സമ്മർദ്ദങ്ങൾ പല തലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളോട് ഒരു നിലയ്ക്കും സഹകരിക്കാൻ പാടില്ല. ആ നീക്കങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഈ സർക്കാർ നിലംപതിക്കും. അത്തരമൊരു ആത്മഹത്യാപരമായിട്ടുള്ള
തരത്തിലുള്ള നീക്കവുമായിട്ട് നെതന്യാഹു മുന്നോട്ട് പോകില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും അതോടൊപ്പം തന്നെ സർക്കാരിൽ ഭാഗവാക്കായിരിക്കുന്ന കക്ഷികളും തങ്ങളുടെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വെടിനിർത്തലിന്റെ ഒരു സാധ്യതയോ ചർച്ചയോ ഈ ഘട്ടത്തിൽ വരുന്നില്ല. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അമേരിക്ക ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന് അതിന് വഴങ്ങേണ്ടി വരും. പക്ഷെ അത്തരമൊരു നിലപാടിലേക്ക് ഇപ്പോൾ പോലും ഇസ്രായേൽ നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെയും വൈറ്റ് ഹൌസിൽ ഗസയുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നിരുന്നു. പക്ഷെ അതൊക്കെയും യുദ്ധാനന്തര ഗസയുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, അവിടെ നിയന്ത്രണം ഏതു വിധത്തിൽ കൊണ്ടുപോകണം, അവിടേക്കുള്ള ഭക്ഷ്യവിതരണ പദ്ധതിയും മറ്റും ഏതു വിധത്തിൽ സംരക്ഷിച്ച് നിലനിർത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വൈറ്റ് ഹൌസിലെ രഹസ്യ സ്വഭാവത്തിൽ നടന്ന യോഗത്തിൽ ചർച്ചയായതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി